മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഏടാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് പിന്നാക്കം പോയ നിരവധി തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. 1990-കൾക്ക് ശേഷം ഗുജറാത്തിലടക്കം കോൺഗ്രസ് അടപടലം തേഞ്ഞ തെരഞ്ഞെടുപ്പുകൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. എന്നാൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ നിന്ന് എല്ലാം വിഭിന്നമാണെന്ന് പറയാം. കാരണം അതിനു മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷമാണ് കോൺഗ്രസ് തകർന്നടിഞ്ഞത്. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് 16 സീറ്റിൽ മാത്രം വിജയിച്ച് നിയമസഭയിലെ 5ാമത്തെ രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരുന്നു. കുറഞ്ഞത് 30-ൽ അധികം പേരെ നിയമസഭയിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചത്. എന്നാൽ പാർട്ടി അവിടെ തകർന്നടിയുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ PCC പ്രസിഡന്റിനെ നിയമിക്കാൻ ദേശീയ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. പല പേരുകളും അന്തരീക്ഷത്തിൽ ഉയർന്നു വന്നെങ്കിലും വിദർഭ മേഖലയിലെ ബുൽദാന ജില്ലയിൽ നിന്നുള്ള ഹർഷവർദ്ധൻ വസന്ത് റാവു സ്പക്കൽ എന്ന ഹർഷവർദ്ധൻ സ്പക്കലിനെ മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ അധ്യക്ഷനായി നിയമിക്കുമെന്ന് ആരും കരുതിയില്ല. AICC സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും മഹാരാഷ്ട്രയിൽ ഒരു നേതാവായി മാറാനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരുടെ പിൻബലമോ ആ നേതാവിന് ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രസിഡന്റായി നിയമിക്കപ്പെട്ടപ്പോൾ പലരും നെറ്റിച്ചുളിച്ചത് സ്വാഭാവികമായിരുന്നു. സാധാരണഗതിയിൽ പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത പണവും ആൾബലവും ഒക്കെയാണ് വലിയ സ്ഥാനത്തേക്കുള്ള യോഗ്യത. അവിടെയാണ് ചരിത്രം മഹാരാഷ്ട്ര കോൺഗ്രസ് തിരുത്തിക്കുറിച്ചത്. 2014-ൽ BJP അധികാരമേറ്റ ശേഷം കഴിഞ്ഞ 11 വർഷം കൊണ്ട് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതാക്കളെയും BJPയിൽ ചേർക്കാനോ രാഷ്ട്രീയമായി അവരെ നിർവീര്യമാക്കാനോ അന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ കേന്ദ്ര സർക്കാരിന് സാധിച്ചിരുന്നു. സംഘടനാപരമായി ഇത്രയധികം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയിട്ടും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 14 സീറ്റുകൾ നേടിയത് ദേശീയ BJP നേതൃത്വത്തെ ഞെട്ടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് കോൺഗ്രസിനെ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള പരിശ്രമമാണ് അവർ ആരംഭിച്ചത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 100ഓളം രണ്ടാം നിര നേതാക്കളെയും 500ഓളം കോർപ്പറേഷൻ മുനിസിപ്പൽ കൗൺസിലർമാരെയുമാണ് ഭരണപക്ഷത്തെ 3 പാർട്ടികളിലായി അവർ എത്തിച്ചത്. ആ സാഹചര്യത്തിലാണ് സബ്കലിന്റെ നിയമനം നടക്കുന്നത്. ബിസിനസ് താല്പര്യമുള്ള നേതാക്കളെ കടിഞ്ഞാണ് ഏൽപ്പിച്ചാൽ അവർക്ക് ഭരണകൂടത്തിന് മുമ്പിൽ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകേണ്ടി വരുമെന്നുള്ള ചിന്താഗതിയാണ് സബ്കലിനെ നിയമിക്കാൻ ദേശീയ കോൺഗ്രസ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. ആ തീരുമാനം ശരിയായെന്ന് പിന്നീടുള്ള സബ്കലിന്റെ പ്രവർത്തനങ്ങൾ അണികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. 2025 ഡിസംബറിൽ 288 മുനിസിപ്പാലിറ്റികളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പണക്കൊഴുപ്പിന്റെയും അധികാര മാടമ്പിത്വത്തിന്റെയും ബലത്തിൽ പ്രതിപക്ഷമില്ലാത്ത വിജയമാണ് മഹായുതി സ്വപ്നം കണ്ടത്. എന്നാൽ 41 മുനിസിപ്പാലിറ്റികളിൽ ഭരണവും 1006 മുനിസിപ്പൽ കൗൺസിലർമാരെ വിജയിപ്പിച്ചും സംസ്ഥാനത്തെ യഥാർത്ഥ പ്രതിപക്ഷം തങ്ങളാണെന്ന് കോൺഗ്രസ് തെളിയിച്ചു. പിന്നീട് 2026 ജനുവരിയിൽ 29 കോർപ്പറേഷനുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 5 മേയർമാരെ സൃഷ്ടിച്ചും 350 കോർപ്പറേറ്റർമാരെ വിജയിപ്പിച്ചും തങ്ങൾക്ക് ഏറ്റവും സ്വാധീനം കുറഞ്ഞ വൻ നഗരങ്ങളിലും തങ്ങൾക്ക് സാന്നിധ്യമുണ്ടെന്ന് കോൺഗ്രസ് തെളിയിച്ചു. ഇനി ജില്ലാ പരിഷത്ത് പഞ്ചായത്ത് സമിതി തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുമ്പോൾ കുറച്ചുകൂടി ഭേദപ്പെട്ട പ്രകടനം കോൺഗ്രസ് നടത്തുമെന്ന് ഉറപ്പാണ്. അങ്ങനെ പതിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിയിൽ നിന്നും പാർട്ടി തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഹർഷവർദ്ധൻ സബ്കലിനെ പോലെ ആശയദൃഢതയിൽ ഉറച്ച ഒരു നേതാവിന് പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുള്ളത്. മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതാണ് കോൺഗ്രസിന് മൈലേജ് സമ്മാനിച്ചത്. പിന്നീട് BJPയുടെ മടിയിലിരിക്കുന്ന അജിത് പവാറിനെ പോലുള്ളവരുമായി ഒരു ബന്ധവും വേണ്ടെന്ന് ശക്തമായ തീരുമാനമെടുത്ത സബ്കൽ പവാർ കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമായ പൂനെയിലും വലിയ വിജയമാണ് നേടിയത്.